മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗുണമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു. അവനിങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. ബാരക്കുമോർ.